എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ചന്ദ്രമതി വലിയൊരു കള്ളത്തരം ചെയ്ത് ഒന്നും അറിയാത്തതുപോലെ പുള്ളിക്കാരി വീട്ടിലേക്ക് വരികയാണ്. അപ്പം രവി ആണെങ്കിലോ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചോദ്യം ചെയ്യുമ്പം ചന്ദ്രയ്ക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ഒരുവിധം രവിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാ സുധിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ സുധിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, മോനെ അമ്മ കൈവിട്ട കളിയാണ് കളിച്ചിരിക്കുന്നത്, എന്തൊക്കെ വന്നാലും അവള് 10 ലക്ഷം രൂപ 3 മാസത്തിനുള്ളിൽ തിരികെ തരാന്നാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ അറിയാലോ നമ്മുടെ കിടപ്പാടം വരെ നഷ്ടപ്പെടും. നീയായിട്ട് അച്ഛൻ്റെ പെൻഷൻ പൈസയൊക്കെ കൊണ്ടുപോയി തൊലച്ചു, അതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഒരേ സങ്കടം പറിച്ചില്ല. അപ്പൊ സുധിയാണെങ്കിലും അമ്മേ അവള് തുടങ്ങിയിരിക്കുന്നതേ വലിയ ഒരു ബിസിനസ് തന്നെയാണ്. സ്പാ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ എന്താ ഡിമാൻഡ്, അതും വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാല് ഗംഭീരമായിരിക്കും. പരിപാടിയൊക്കെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാല് അവള് 1-2 മാസത്തിനുള്ളിൽ തന്നെ ഈ കാശൊക്കെ അമ്മയ്ക്ക് തിരികെ തരും എന്നുള്ള കാര്യമൊക്കെ പറയുക. അല്ല മോനെ, എന്നിട്ട് നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പം ഞാനും ഇതുപോലെ ഒരു ബ്രാഞ്ച് അങ്ങ് തുടങ്ങും, അവളുണ്ടല്ലോ എന്തായാലും നടത്താനായിട്ട്. അപ്പം മോനെ നീ ഇത്രയും വലിയ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് അത് മോശമല്ലേടാന്ന് ചോദിക്കുമ്പം എന്ത് മോശം, ഒരു മോശവും ഇല്ല. ഇപ്പം ഡിഗ്രിക്കൊന്നും വലിയ വിലയൊന്നും ഇല്ലമ്മേ. അതുകൊണ്ട് തന്നെ ശ്രുതിയോടൊപ്പം ചേർന്ന് സ്പാ നടത്താൻ തന്നെയാണ് എൻ്റെയും തീരുമാനം. ലക്ഷങ്ങളുടെ വിറ്റുവരവൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് അമ്മയുടെ ആധാരമൊക്കെ സിമ്പിളായിട്ട് എടുത്തു തരാന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. എടാ മോനെ, അവസാനം കല്യാണം വരുമ്പം അന്ന് നീ മുങ്ങിയതുപോലെ മുങ്ങുമോ എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നും എന്തായാലും ഇത്തവണ എനിക്കൊരു മണ്ടത്തരം പറ്റില്ലമ്മേന്നും പറഞ്ഞ് ശ്രുതി വലിയ കാര്യത്തിന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, ഇനിയിപ്പം നാളെ നിങ്ങളുടെ മുഹൂർത്തമൊക്കെ നോക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ രാവിലെ തന്നെ പോകണം, ശ്രുതിയോട് അവിടെ വരാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം മോൻ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ഓക്കെ ആണമ്മേ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ആണെങ്കിൽ ഇതാ നമ്മുടെ സ്ത്രീക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ സച്ചിയും രേവതിയും കൂടി കാഴ്ചകളൊക്കെ കണ്ട് വളരെ ആസ്വദിച്ച് യാത്ര ചെയ്ത് വരികയാണ്. അന്നേരാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മയും അതുപോലെ തന്നെ മോനും കൂടി വഴി വെച്ച് ബസ്സിൽ കയറുന്നത്. അപ്പൊ ഇവരിങ്ങനെ കൈ കാണിച്ചു വണ്ടി നിർത്തിയതും സച്ചി ആണെങ്കിലോ ഫ്രണ്ട് സീറ്റിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എഴുന്നേറ്റ് കൊടുക്കുക കേട്ടോ. അപ്പം ഈ അമ്മയാണെങ്കിലോ നമ്മുടെ രേവതിയുടെ അടുത്ത് വന്നിരിക്കുക. അപ്പം കുഞ്ഞു മോനാണെങ്കിലോ രേവതിയുടെ സൈഡിൽ തന്നെ ഇങ്ങനെ നിന്ന് വർത്താനമൊക്കെ പറയുമ്പോഴത്തേക്കിനും ചെക്കനാണെങ്കിലും ഒരു കില്ലാടി തന്നെയാണ്. അല്ല മോനെ, മോന്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ച് രേവതി കൊച്ചിനോട് പരിചയപ്പെടാൻ നോക്കുമ്പം എൻ്റെ പേര് ആദ്യ എന്നാണ്, ആൻറ്റിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പം എൻ്റെ പേര് രേവതി എന്നാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെട്ടു. ചെറുക്കനാണെങ്കിൽ വാ പൂട്ടാത്തൊരു ചെറുക്കനാണ്. അങ്ങനെ വർത്താനം പറഞ്ഞ് നല്ല രസമാട്ടോ അവൻ്റെ വർത്താനമൊക്കെ കേൾക്കാനായിട്ട്. അപ്പൊ സച്ചി ആണെങ്കിലോ അപ്പുറം ഇരുന്നുകൊണ്ട് ഇവനെ കോക്കറിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ചെറുക്കനും ഇവിടെ ഇരുന്ന് ഇതേപോലെ തന്നെ കാണിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു കമ്പനി ആകുക. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, മോൻ എത്രയിലാ പഠിക്കുന്നത്? ഞാൻ 2ാം ക്ലാസ്സിലാണ്. മോന്റെ വീട് എവിടെയാണ്? മോൻ എവിടെ പോവാണ് എന്നൊക്കെ ചോദിക്കുമ്പം ആൻറ്റി ഞങ്ങളിതാ ക്ഷേത്രത്തിലേക്ക് പോവാണ്, എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം ശ്രുതിയുടെ അമ്മയും രേവതിയോട് സംസാരിക്കുന്നുണ്ട്. മോളുടെയും മോൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ലാന്ന് തോന്നുന്നു, മക്കൾ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കിനും രേവതി പറയുന്നുണ്ട്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ല, ഞങ്ങളിപ്പോൾ പോകുന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛമ്മയുടെ വീട്ടിലേക്കാണ്. അപ്പം ഈ ശ്രുതിയുടെ വീടും അതുപോലെ നമ്മുടെ അച്ഛമ്മയുടെ വീടും ഒക്കെ ഏകദേശം പറ്റയൊക്കെ തന്നെയാണ്. അപ്പൊ ഈ കൊച്ചാണെങ്കിലോ നിർത്താണ്ട് വർത്താനാണ്. അല്ല മോന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയാണെന്ന് സച്ചി ചോദിക്കുമ്പോഴത്തേക്കിനും ഉടനെ ഈ കൊച്ചു പറയുന്നുണ്ട്, എനിക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ല, എനിക്ക് ആകെ ഉള്ളത് ഈ അമ്മുമ്മ മാത്രമാണ് എന്നും പറഞ്ഞ് കൊച്ചി ഈ അമ്മുമ്മയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പം അന്നേരമാണ് കേട്ടോ. അന്നേരം ഇത് കേൾക്കുമ്പോഴത്തേക്കിനും സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും ഒക്കെ വലിയ വിഷമമൊക്കെ ആയി. കഷ്ടമുണ്ട് ആ കൊച്ചിന്റെ ഒരു അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോട്ടെ മോനെ എന്നുള്ള രീതിയിൽ അവനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ ആ ചെക്കനാണെങ്കിലോ നല്ല ഒന്നാം തരം ഒരു ചെക്കൻ തന്നെയാട്ടോ. അങ്ങനെ അവർ യാത്ര തുടർന്ന് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, അതെ ഇവനെ കണ്ടിട്ട് ശരിക്കും എനിക്ക് എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് ഓർമ്മ വരുന്നത്, എന്നെയും വളർത്തിയത് എൻ്റെ അച്ഛമ്മ തന്നെയാണല്ലോ. അതുകൊണ്ട് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, അതെന്താ മോന് അച്ഛനും അമ്മയും ഒന്നും ഇല്ലേ? അവരില്ലേന്ന് ചോദിക്കുമ്പം എനിക്ക് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്, പക്ഷേ അമ്മ ഇല്ലാത്തതുപോലെ തന്നെയാണ് ഞാൻ വളർന്നത്, എന്നെ വളർത്തിയത് എൻ്റെ അച്ഛമ്മയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ സച്ചി ഇങ്ങനെ പറയുക. അപ്പം സച്ചി ഒരുപാട് തൻ്റെ അച്ഛമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ചേച്ചിക്കും മനസ്സിലാകുക കേട്ടോ.
അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സുധിയുടെ കല്യാണത്തിന് മുഹൂർത്തം എടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയും ഭാമയും അതുപോലെ രവിയും ശ്രീകാന്തും സുധിയും ഒക്കെ കൂടി ക്ഷേത്രത്തിലെത്തുകയാണ്. അപ്പൊ നമ്മുടെ സച്ചി ഇല്ലാത്ത സമയം തന്നെ നോക്കി എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് വെക്കാനാണ് നമ്മുടെ ചന്ദ്രയുടെ പ്ലാനിങ്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും ഒരു തടസ്സവും കൂടാതെ വിവാഹം നല്ല മംഗളമായിട്ട് നടക്കണം, അതിന് പറ്റിയ ഒരു മുഹൂർത്തം തന്നെ കിട്ടണേ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിക്കുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ രവി നമ്മുടെ സുധിയെ വിളിച്ചിട്ട് സംസാരിക്കുക, മോനെ അച്ഛന് മോനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്, മോൻ ഇതിനു മുന്നേ ഒരു പ്രവൃത്തി ചെയ്തല്ലോ, അതുകൊണ്ടാണ് അച്ഛൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ മോനെ നിർത്തി ചോദിക്കുന്നത്. സത്യത്തില് നിനക്ക് ശ്രുതിയെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പം അതെ അച്ഛ, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ അമ്മയോട് സമ്മതം പറഞ്ഞതെന്ന് പറയുമ്പം അല്ല നീ ഒരു ദിവസം ഇതുപോലെ തന്നെയാണ് എന്നോട് പറഞ്ഞത്, അത് പറഞ്ഞതനുസരിച്ചാണ് കല്യാണം വരെ ഞാൻ കാര്യങ്ങളെല്ലാം എത്തിച്ചതും രേവതി കതിർമണ്ഡപത്തിൽ ഇരുന്ന് കരയുമൊക്കെ ചെയ്തത്, അതറിയാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ചോദിച്ചതെന്ന് പറയുമ്പം അച്ഛ അന്ന് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ഇനി ഒരിക്കലും അത്തരത്തിലുള്ളൊരു തെറ്റ് അച്ഛൻ്റെ മോൻ ചെയ്യില്ല എന്നുള്ള വാക്ക് രവിക്ക് കൊടുക്കുക കേട്ടോ ശ്രുതി. അങ്ങനെതാ നമ്മുടെ ചെറുക്കൻ കാത്തിരുന്നത് പോലെ തന്നെ ശ്രുതി ആ അമ്പലത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ ഇവള് വന്ന പാടെ തന്നെ പോയി തൊഴുതിട്ട് പ്രസാദമൊക്കെ ആയിട്ട് വന്നു, നമ്മുടെ സുധിയുടെ നെറ്റിയിലൊക്കെ അണിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സുധി പറയുന്നുണ്ട്, കുറെ നേരമായി ഞാൻ വന്നിട്ട്, എന്നാ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്, അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം അച്ഛനെ ഇപ്പൊ തൽക്കാലം ഒന്നും അറിയിക്കേണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ വിവാഹം കഴിയട്ടെ, അതിനുശേഷം അച്ഛൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ശ്രുതി ആണെങ്കിൽ നമ്മുടെ സുധിയോട് ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെതാ ശ്രുതിയുടെ ഗെറ്റപ്പ് ഒക്കെ കാണുമ്പോഴത്തേക്കിനും ശ്രുതിക്ക് വലിയ ഇഷ്ടമൊക്കെ ആയി കേട്ടോ. അപ്പൊ ദാ സാരിയൊക്കെ നല്ല സെലക്ഷൻ ആണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കൂട്ടുകാർ പറയുന്നുണ്ട്, എന്റെ സാരിയാണോ അതോ ശ്രുതിയുടെ സാരിയാണോ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പം എന്തായാലും തന്റെ സാരിയല്ല ശ്രുതിയുടെ സാരി തന്നെയാണെന്നും പറഞ്ഞ് കൂട്ടുകാരിയെ കളിയാക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രീകാന്ത് എത്തുക കേട്ടോ. അപ്പൊ ശ്രീകാന്ത് വന്ന പാടെ തന്നെ ചേട്ടനെ വന്ന് ഇങ്ങനെ അടച്ചു പിടിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടുകയാണ്. ശ്രുതി ഞെട്ടിയത് കണ്ടതും ശ്രുതിക്ക് ദേഷ്യം വന്നു. ശ്രുതി പറയുന്നുണ്ട്, തനിക്ക് മര്യാദ ഉണ്ടോടോ, താൻ എന്തായി കാണിച്ചത്, ഇങ്ങനെയാണ് ഒരാളെ വന്ന് പിടിക്കുന്നത്, താൻ ആരാണെന്നൊക്കെ ചോദിച്ച്. അപ്പം ഇവര് ചേട്ടനും അനിയനും ആണ് എന്ന് മനസ്സിലാക്കാതെ തന്നെ ഇവള് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അതെ ഇതാണ് എൻ്റെ അനിയനാണ്, ശ്രീകാന്താണ്, ഓ സോറി കേട്ടോ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവനോട് സോറിയൊക്കെ ചോദിക്കുമ്പം അതൊന്നും സാരമില്ല, എന്തായാലും ഏട്ടത്തിയമ്മയെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവൻ ഏട്ടത്തി അങ്ങ് പുകഴ്ത്തുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ ചന്ദ്രയാണെങ്കിൽ ഇതെല്ലാം കണ്ടു നിൽക്കുക കേട്ടോ. അപ്പം ശ്രുതിയുടെ കൂടെ വന്ന കൂട്ടുകാരിയാണെങ്കിലോ, ഇതാണോ ആ പറഞ്ഞ ഷെഫ്, ആ ഓക്കെ ഓക്കെ, എന്തായാലും എല്ലാ ഫുഡും ഒക്കെ ഉണ്ടാക്കാൻ അറിയാവോ, നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പം ആ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഈ സിറ്റിയിൽ തന്നെ എവിടെയെങ്കിലും ഒരു കട തുടങ്ങണം, അതാണ് എൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് തൻ്റെ ഭാവി പരിപാടികൾ അത് ഈ കൂട്ടുകാരിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ഈശ്വര ചന്ദ്രമതിക്ക് ടെൻഷനായി. അപ്പുറം നിൽക്കുന്ന ശ്രുതിയെ 10 ലക്ഷം രൂപ കൊടുത്താണ് ഇപ്പം നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ ഇനി കൊടുക്കാൻ ഒന്നും തന്നെ ഇല്ല എന്ന് ചിന്തിച്ച് ചന്ദ്രമതി വിഷമിക്കുകയാണ്. ഇനി ഈ ചെറുക്കൻ എന്തിനാണാവോ ഇനി അടുത്തത് തലയിലാകൂ എന്നുള്ള ടെൻഷനിലൊക്കെ ചന്ദ്ര ഇങ്ങനെ ഭാമയോട് പറയുമ്പോൾ, എടി അവര് കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നതാണ്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, എന്റെ പൊന്നു ഭാമേ ഒന്നും പറയണ്ട, ആ പൂക്കാരി വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ, അത് നിനക്കറിയാവുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുക. അപ്പൊ ദാ ശാന്തി വന്നു. പുള്ളിക്കാരൻ വന്നിട്ട് നല്ല ഒന്നാന്തരം ഒരു മുഹൂർത്തം തന്നെ ശ്രുതിക്കും വേണ്ടി കുറിച്ചു കൊടുക്കുകയാണ്. അപ്പം രഹസ്യമായിട്ടാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം നീക്കുന്നത്. നമ്മുടെ സച്ചി ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയാണ് നാളെ എത്തുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്